നഗരസഭ പേരിടുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പണിയൊക്കെ നമുക്കറിയാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പിന്നോട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ നഗരസഭ പാലക്കാടിന്റെ വികസന മുടക്കികളായി നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടിന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലൊരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി. ആ സിറ്റിയെ ഇവരുടെ രാഷ്ട്രീയ അജണ്ട കാരണം മാത്രം തകർക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വന്നാൽ പാലക്കാടിന്റെ മുഖച്ഛായ മാറില്ലേ? ഇത്രയും റോഡ് അക്സസിബിലിറ്റി ഉള്ള ടൗണിന്റെ ഒത്തനടുക്കുള്ള സ്റ്റേഡിയം വേറെ നിങ്ങൾക്കുണ്ടോ? സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് പല ടൗൺഷിപ്പുകളും ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ ഒരു ഒത്ത ടൗൺഷിപ്പിന്റെ നടുക്ക് ഒരു സ്റ്റേഡിയം നിൽക്കുക, അത് പണിയാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താ? ഇവരെ മിരട്ടിയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ഇപ്പം വലിയ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ അവരെ മിരട്ടിയിട്ട് നമുക്ക് പണം കാണാൻ ഇവർക്ക് പിരിക്കാൻ കഴിയില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് മാത്രം. അപ്പം അതുകൊണ്ട് അത് വേറെ, ഇത് വേറെ. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. ആ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ പരിഹരിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ വിട്ടേക്കുന്നേ. താങ്കൾ ഒരു MLA കൂടിയാണ്. അപ്പം ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നുണ്ട്. അതായത് ഒരു കേസെടുക്കുക, ഇത്രയും 2-3 ഇൻസിഡന്റ് ആയപ്പോഴും കേസ് വൈകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വ്യക്തിപരമായി അതിന്റെ പേരിൽ ഒരു പരാതിയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നെ എൻ്റെ ഓഫീസിന്റെ വാതിക്കൽ സ്ഥിരമായി പോലീസുകാരുടെ കാവലുണ്ടാകാറുണ്ടല്ലോ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആ തരത്തിലൊക്കെ ആക്ട് ചെയ്യാൻ അവർക്കറിയാം. ഞാൻ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലോ എൻ്റെ ഓഫീസിന്റെയും ഞാൻ താമസിക്കുന്നിടത്തും സ്ഥിരമായിട്ട് പോലീസിന്റെ ബന്ദോബസ്ത് ഉള്ളത്. ഞാനൊരു പരാതിയും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്കറിയാം. ഇനി അതിന്റെ പേരിൽ നിയമ നടപടി എടുക്കില്ല എന്ന് പറയുന്നത് ഇപ്പൊ വെറുതെ ഇപ്പൊ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിന്റെ വാതിക്കൽ പോലീസ് വന്ന് നിൽക്കില്ലല്ലോ. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ആ നിൽക്കുന്നതിന് എന്തൊരു കാരണമില്ലേ? ആ കാരണത്തിന്റെ പേര് കേസെടുക്കാത്തത് എന്താ? ഞാൻ പോകുന്നിടത്തെല്ലാം പോലീസ് ഉണ്ടല്ലോ. അതിനിപ്പോ ഇത് കാരണം ഉണ്ടല്ലോ. അവർ നിൽക്കുന്നതിന്റെ കാരണം ഉണ്ടല്ലോ. വെറുതെ വന്നിട്ട് പോലും അതിന് മാത്രം പോലീസൊന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായി സേനയ്ക്ക് വലിയ കുറവുണ്ടല്ലോ. അതിലൊരു കുറച്ച് ആളുകൾ വന്ന് നിൽക്കണം. ഞാൻ അവരോട് എനിക്ക് വലിയ ബഹുമാനമാണ്, അവർ ഡ്യൂട്ടി ചെയ്യുന്നു. പക്ഷേ ആ വന്ന് നിൽക്കുന്നതിനൊരു കാരണം ഉണ്ടല്ലോ. ആ കാരണത്തിൽ എന്താ കേസ് എടുക്കാത്തത്? ന്യായമായ ചോദ്യമാണ്. അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അതിന് ഒരുപാട് നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിന് അതിനകത്ത് ഇടപെടാൻ കഴിയും. 2, നമുക്ക് കോടതിയിലേക്ക് പോകാൻ കഴിയും. ഇത്തരത്തിൽ പേരുകളുമായി ബന്ധപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പേരുകളുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ചില വ്യവസ്ഥിതികളുണ്ടല്ലോ. ആ വ്യവസ്ഥിതികളെല്ലാം നമ്മൾ ഉപയോഗിക്കും. തദ്ദേശ മന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. രേഖാമൂലം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്.